1921 നടന്ന മലബാർ കലാപത്തെക്കുറിച്ച് മാപ്പിള ലഹള പറയാൻ തയ്യാറാക്കിയ ഒരു പ്രസംഗ രൂപം താഴെ നൽകുന്നു. 1921 മലബാർ കലാപം. പ്രിയമുള്ളവരെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും വീറും വാശിയും നിറഞ്ഞതും അതേസമയം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമായ ഒരു അധ്യായമാണ് 1921 മലബാർ കലാപം അഥവാ മാപ്പിള ലഹള. ഇതിന്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടവും അവിടുത്തെ ജന്മിത്വ വ്യവസ്ഥയ്ക്കെതിരായ കർഷകരോഷവും സമന്വയിച്ച ഒന്നായിരുന്നു ഇത് എന്ന് കാണാം. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അസഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും മലബാറിലും വലിയ തരംഗം സൃഷ്ടിച്ചു. അക്കാലത്ത് മലബാറിലെ ഭൂരിഭാഗം കൃഷിഭൂമിയും ജന്മിമാരുടെ കയ്യിലായിരുന്നു. സാധാരണക്കാരായ മാപ്പിള കർഷകർ ക്രൂരമായ ചൂഷണങ്ങൾക്കും ഒഴിപ്പിക്കലുകൾക്കും ഇരയായി. ഈ സാമ്പത്തിക സാമൂഹിക അസംതൃപ്തി ഖിലാഫത്ത് പ്രസ്ഥാനം നൽകിയ ആവേശവുമായി ചേർന്നപ്പോൾ വലിയൊരു ജനകീയ പ്രക്ഷോഭമായി മാറി. ആലി മുസ്ലിയാർ, വാരിയൻകുന്നത്ത്, കുഞ്ഞഹമ്മദ് ഹാജി എന്നിവരായിരുന്നു ഈ പോരാട്ടത്തിന്റെ പ്രധാന നേതാക്കൾ. 1921 ഓഗസ്റ്റിൽ താനൂരിലും ഏറനാട്ടിലും വള്ളുവനാട്ടിലും ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു. സർക്കാർ ആഫീസുകളും പോലീസ് സ്റ്റേഷനുകളും ആക്രമിക്കപ്പെടുകയും ബ്രിട്ടീഷ് ഭരണം തകർന്ന് കുറച്ചു മാസത്തേക്ക് വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ നേതൃത്വത്തിൽ സമാന്തര ഭരണം നിലവിൽ വരികയും ചെയ്തു. എന്നാൽ ഇതിനെ അടിച്ചമർത്താൻ ബ്രിട്ടീഷ് സർക്കാർ ക്രൂരമായ വഴികളാണ് സ്വീകരിച്ചത്. മാർഷൽ ലോ പ്രഖ്യാപിച്ച് സൈന്യത്തെ ഇറക്കി. ഈ കലാപത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായമാണ് വാഗൺ ട്രാജഡി. ബ്രിട്ടീഷ് സൈന്യം തടവുകാരായ 60-ലേറെ പ്രക്ഷോഭകാരികളെ വായുസഞ്ചാരമില്ലാത്ത സാധനവണ്ടിയിൽ അടച്ചുപൂട്ടി കൊണ്ടുപോയപ്പോൾ ശ്വാസം മുട്ടി മരിക്കുകയുണ്ടായി. എന്നാൽ കലാപത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ വിഭജിച്ചു ഭരിക്കൽ തന്ത്രങ്ങൾ മൂലവും പ്രാദേശികമായ സംഘർഷങ്ങൾ മൂലവും ഇത് വർഗീയ സംഘർഷങ്ങളിലേക്ക് വഴിമാറി എന്നതും ഒരു വസ്തുതയാണ്. ഇത് വലിയ രീതിയിലുള്ള ജീവഹാനിക്കും വസ്തുവകകളുടെ നാശത്തിനും കാരണമായി. ചുരുക്കത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെയും ജന്മിത്വ ചൂഷണത്തിനെതിരെയും ഉയർന്നുവന്ന ശക്തമായ കർഷക ജനകീയ പ്രക്ഷോഭമായിരുന്നു 1921 മലബാർ കലാപം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആവേശത്തോടൊപ്പം വലിയൊരു പാഠമായും ഈ സംഭവം നിലകൊള്ളുന്നു. നന്ദി.